കരുണയും മനോഹരവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും കഴിച്ചും ഒരു നാളും മാഞ്ഞുപോകാത്ത നല്ല നിത്യവും ഇടപെടാതെ കഴിക്കുവാൻ അടികളെല്ലാവരും യോഗ്യനായി തീരണമേ. സത്യവിശ്വാസമാകുന്ന ഉറപ്പുള്ള മാർഗമേ സഭയെ സ്ഥാപിക്കുകയും അതിനെ ഭരിച്ചു നടത്തുന്നതിനും സത്യവിശ്വാസത്തിലും സത്യാരാധനയിലും സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തിലും നിലനിൽക്കുന്നതിനും പ്രധാന വേദപുരുഷന്മാരെയും വിധേയന്മാരെയും നിയോഗിച്ചവരുമായ കർത്താവിന് സ്തുതി. അവിടുത്തേക്ക് തന്റെ ദാസനും ഞങ്ങളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് മനസ്സിന്റെ അനുസ്മരണ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. തന്റെ മേലുള്ള തിരുശരീരമാകുന്ന സഭയെ ഉറപ്പിക്കുകയും അതിനെ വിശദീകരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹിതന്മാരെ അതിന്റെ കാവൽക്കാരും സംരക്ഷകരുമായി നിയമിക്കുകയും ചെയ്തവരായ ദൈവമായ കർത്താവേ, വത്സര ശിഷ്യന്മാരെ ഉയരത്തിന്റെയും ആഴത്തിന്റെയും താപോലുകൾ ഫലമേൽപ്പിക്കുകയും അവർ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായാധിക്കുകയും ചെയ്യുമെന്നവരോട് അരുളി ചെയ്യുകയും ചെയ്തുവല്ലോ. കാരുണ്യവാനായ കർത്താവേ, പൗരസ്ത്യദേശത്ത് സുവിശേഷം അറിയിക്കുവാനായി അവിടുത്തെ വത്സര ശിഷ്യനായ തോമാശ്ലീഹായെ അവിടുന്ന് നിയോഗിച്ചു. അദ്ദേഹം ഭാരതത്തിൽ സഭ സ്ഥാപിക്കുകയും അതിന്റെ നിലനിൽപ്പിനായി പള്ളികൾ സ്ഥാപിക്കുകയും വൈദികരെ നിയോഗിക്കുകയും ചെയ്തു. പരിശുദ്ധ മാർത്തോമായുടെ സിംഹാസനത്തിന്മേൽ പൗരസ്ത്യ സഭയുടെ മേലധ്യക്ഷന്മാരെ അവിടുന്ന് ഉപവിഷ്ടരാക്കി. പരിശുദ്ധ സഭയുടെ മണവാളനായ കർത്താവേ, എന്റെ അപ്പോസ്തലനായ മാർത്തോമായുടെ സൈനിക സിംഹാസനത്തിൽ ആരൂഢനായിരുന്ന മലങ്കര സഭയെ ഭരിച്ചു നടത്തിയ പ്രധാന മേലധ്യക്ഷന്മാർ എല്ലാവരെയും പ്രത്യേകം ഇന്ന് ഞങ്ങൾ അനുസ്മരണം നിർവഹിക്കുന്ന ഞങ്ങളുടെ പിതാവായ ബസേലിയോസ് പൗലോസ് ഞങ്ങൾ കൃതജ്ഞതാപൂർവ്വം ഓർക്കുന്നു. സന്യാസനിഷ്ഠയും അനുഷ്ഠാനങ്ങളും തന്റെ വയസ്സിൽ പരിപൂർണമായി നിഷ്ഠയോടെ ചെലവഴിച്ച ഈ പിതാവ് തന്റെ വഴിക്ക് അനുയോജ്യമായി ശുഷ്കാന്തിയോടെ ഇവിടെ ശുശ്രൂഷ നിർവഹിച്ചു. തന്റെ ജീവിതമാർഗം കൊണ്ടും വചനങ്ങൾ കൊണ്ടും അദ്ദേഹം സഭാസമൂഹത്തെ സമ്പുഷ്ടമാക്കി. തന്റെ മുൻഗാമികൾ കാട്ടിക്കൊടുത്ത സത്യവഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ സഭയുടെ പുരോഗതിക്കും സഭാമക്കളുടെ നന്മയ്ക്കും വേണ്ടി അദ്ദേഹം അനവരതം അധ്വാനിച്ചു. വേദവിപരീതങ്ങളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ചൂഷണ മനോഭാവത്തിൽ നിന്നും സഭയെ വിമുക്തമാക്കുന്നതിന് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥന, നോമ്പ്, കുമ്പിടിയിൽ ജാഗരണം, മൗനമനുതാപം, കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കൂടി ഈ പിതാവിന്റെ ശുഷ്കാന്തി എന്നും അനുകരണീയമായിരുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ തിരുമുമ്പിൽ യാചന സമർപ്പിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാൽ അനർത്ഥങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും പരദേശ ആക്രമണങ്ങളിൽ നിന്നും സഭയെയും അതിന്റെ മക്കളെയും കാത്തുപാലിക്കണമേ. വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും സഹവർത്തിത്വവും ഈ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയാൽ വിളങ്ങുമാറാകണമേ. നാനാഭാഗങ്ങളിലും സഭയുടെ മുമ്പിൽ ഉയർത്തണമേ. അതിന്റെ മക്കളെ പാപങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും കാത്ത് സംരക്ഷിക്കണമേ. ഈ പിതാവിന്റെ മധ്യസ്ഥതയാൽ രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണവും യുവജനങ്ങൾക്ക് മാർഗദർശനവും പഠിതാക്കൾക്ക് ബുദ്ധിയും ബുദ്ധിവൈഭവവും വൃദ്ധജനങ്ങൾക്ക് സമാധാനവും ദൈവാശ്രയവും വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും മഹത്വപൂർണമായ പുനരുദ്ധാനവും നൽകണമേ. പരിശുദ്ധ സഭയും അതിന്റെ മക്കളും അവിടത്തേക്കും പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ